ഇന്ന് ഞാനിവിടെ നല്ലൊരു കൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂണിൻ്റെ മസാല. അപ്പം ഞാനിവിടെ പാക്കറ്റിൻ്റെ കൂണാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇതുപോലെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ വാങ്ങിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇത് 40 രൂപയ്ക്ക് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. അപ്പം ഇതൊന്ന് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എടുത്തതിന് ശേഷം നല്ലൊരു കൂൺ മസാല, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കറി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിന് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ കൂണ് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന്. പക്ഷേ ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകി അതിന് ശേഷം ഇത് അരിഞ്ഞിട്ട് പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കൂടെ കഴുകുന്നുണ്ട്. കാരണം ഇതിനകത്ത് പൊടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് അതിനെ ഞാൻ അരിഞ്ഞിട്ട് കഴുകുന്നത്. ആദ്യം ഒന്ന് കഴുകി പിന്നെ ഇത് അരിഞ്ഞിട്ട് 1-2 പ്രാവശ്യം കൂടെ കഴുകിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അപ്പം ഇനി അതിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഇവിടെ സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറഞ്ഞൊന്നുമല്ല അരിഞ്ഞത്, കഷ്ണമായിട്ടൊക്കെയാണ് അരിഞ്ഞത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണേലും അരിഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി എടുക്കുന്നുണ്ട്. അപ്പം തേങ്ങാക്കൊത്തും അരിഞ്ഞെടുത്തു. പിന്നെ 2 പച്ചമുളക് എടുത്തു. പിന്നെ തക്കാളിക്കായുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂണ് കറിക്ക് തക്കാളിക്കായ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനിവിടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർക്കാം. സവാള ഉള്ളി അരിഞ്ഞതും പച്ചമുളകും പിന്നെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്നിച്ച് ഞാനങ്ങ് ചേർത്തു. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഇനി അതൊന്ന് വഴന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തു, എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അല്പം മട്ടൺ മസാലയാണ് ഞാനിവിടെ ചേർത്തത്. ഗരം മസാല ചേർത്തില്ല. ഗരം മസാല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മട്ടൺ മസാല ചേർത്തു. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മസാല വേണമെങ്കിൽ ചേർക്കാം. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കൂണ് ചേർത്ത് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഇളക്കി ഇനി നമുക്ക് അടച്ചൊന്ന് വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ കൂണ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മെയിൻ ചേരുവയായ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കൂണിൻ്റെ മസാല നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.